കഴിഞ്ഞ 20-ലധികം വർഷമായിട്ട് നമ്മൾ വിവിധ നിക്ഷേപ സംഗമങ്ങൾ കണ്ടു കേരളം. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ നിക്ഷേപ സംഗമ പരിപാടിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഈ മുൻപ് നടന്ന നിക്ഷേപ സംഗമങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഈ കാലത്തെ ഇപ്പോൾ ഏതാനും ദിവസം മുമ്പ് നടന്ന ആ സംഗമത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഇൻവെസ്റ്റർ മീറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ജിം 2003 അതെ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വെച്ച് തന്നെയായിരുന്നു. അതെ, അതിൻ്റെ ഒരു ചാമ്പ്യനായിരുന്നു, അല്ലെങ്കിൽ അത് നോക്കിയത് നമ്മുടെ അന്നത്തെ KSIDCയുടെ തലപ്പത്തുണ്ടായിരുന്ന ജിജി തോംസൺ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി. അപ്പോൾ ഒരു പക്ഷേ ഒരു വിഷണറി ആയിട്ടൊരു ഐഡിയ കൊണ്ടുവന്ന് ഒരുപാട് ആളുകൾ, എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു അന്ന് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ വൈസ് ചെയർമാനോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരെ വന്നിരുന്നു. ഇന്നത്തെ പാർട്ടിസിപ്പേഷനേക്കാൾ ഒരു പക്ഷേ ബിഗർ ആയിരുന്നു ഇൻ ടേംസ് ഓഫ് ആ നമ്പേഴ്സിൽ, റെലവൻസിൽ ഒരു വലിയ രീതിയിൽ വന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ അതിന് ശേഷം എന്തായി എന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും വന്നില്ല, നമ്മളതൊന്നും കണ്ടിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു 2012 എമർജിങ് കേരള എന്ന് പറഞ്ഞിട്ട് നടത്തി. 20 അസെൻറ്റ് കേരള 2020 നടത്തി. പിന്നെ ആ സമയം അതിനുശേഷം കോവിഡും മറ്റുമൊക്കെ ആയിട്ട് അത് ഇതായി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ വേണം നോക്കാൻ. അപ്പോൾ ചില ആളുകൾ പറയും ഇവിടെ വലിയ ഇൻഡസ്ട്രി ഒന്നും വരാത്തത് നന്നായി, കാരണം നമുക്ക് ഈ പൊല്യൂഷനും മറ്റുമൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മൾ മിസ് ചെയ്തത് വളരെ നന്നായി. അഗ്രികൾച്ചർ റെവല്യൂഷൻ നമുക്കുണ്ടാവില്ല, കാരണം നമ്മുടെ ആ ഒരു ഭൂപ്രകൃതി അങ്ങനെയല്ല. നമുക്കൊരു കൃഷിക്ക് ഒരു വലിയ രീതിയിലുള്ള കാര്യം ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഇല്ലായില്ല. ഉള്ളതാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ട്രേഡ് യൂണിയനിസ്റ്റിക് അപ്രോച്ച് കാരണം മെക്കനൈസ് ചെയ്യാൻ പറ്റിയില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അർബൻ ലാൻഡ് സീലിംഗ് ആക്റ്റിൽ വന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം തെറ്റായിരുന്നു എന്നൊരു ഒരു ഇതുണ്ടാവും. നമുക്ക് ആ കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ അന്ന് വളരെ ഒരു സ്ട്രോങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. ശരിയാണ്, ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ ഒരുപോലെ ഉള്ളവൻ്റെ ഭൂമി പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഇമ്പാക്റ്റ് എന്തായി? ഈ പറയുന്ന കൃഷിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കെയിലുണ്ട്. ആക്ച്വലി ഒരുപാട് ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കെയിലിൽ കൃഷി ചെയ്യാനൊക്കുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഹോൾഡിങ്സിൽ കൃഷി ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. എനിവേ, അതിനെപ്പറ്റി ക്രിട്ടിക്കലി പറയുന്നതല്ല. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു മേഖലകളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല. ഈ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾ ഈ കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നേരിട്ട് നടത്താൻ വിദേശ നിക്ഷേപം പറ്റില്ല എന്നുള്ളത് വേറെ. പക്ഷേ ഇതിനകത്തൊരു ഇപ്രാവശ്യത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഒന്ന്, ഒരു ഭാരതത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായ മാറുന്ന ആളുകൾ വെളിയിൽ നമ്മളെ കാണുന്ന ഒരു രീതിക്ക് ഭയങ്കരമായൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈവൻ ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസസ് നമ്മൾ കേന്ദ്രവുമായിട്ടുണ്ടെങ്കിലും കേരളത്തിനും അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളം എന്നുള്ളത് മാത്രമായിട്ടല്ല ഈ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. ഭാരതത്തിനകത്തുള്ള ഒരു സ്റ്റേറ്റ് അവർ വിളിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ വിഴിഞ്ഞം പോലുള്ള മെഗാ പദ്ധതികൾ നടക്കുന്നു. അദാനി പോലുള്ള ഗ്ലോബലി റെലവൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു വലിയ ഡിഫറൻസാണ്. അപ്പോൾ പഴയ ഒരു ഇക്കോസിസ്റ്റം അല്ല. രണ്ട്, ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഒരു ഗെയില് പോലുള്ള പ്രോജക്റ്റ് ഏതാണ്ട് നിന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് അതിനെ ഒരു പൊളിറ്റിക്കൽ വില്ലോടുകൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഇതാണ്. അപ്പം കുറേ കൂടെയൊക്കെ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. നിക്ഷേപ സൗഹൃദം എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ ഇതിനകത്ത് ചെറിയ ഹിക്കപ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നല്ല. ഇപ്പം കിറ്റെക്സിൻ്റെ ഒരു പുതിയ പദ്ധതി അവർ വേറൊരു സംസ്ഥാനത്തേക്ക് മാറ്റി.
അത് ഇവർ തമ്മിലുള്ള പടലപ്പിണക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലി ന്യൂട്രലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗവൺമെൻറ്റിന് അഗൻസ്റ്റായിട്ട്, സംസ്ഥാനത്തിന് അഗൻസ്റ്റായിട്ട്. ഈ ഗവൺമെൻറ് വരും പോകും, പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു വിഘാതമായി നിൽക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കിറ്റെക്സ് വെളിയിൽ പോയി എന്നുള്ളതാണ്. ആ കിറ്റെക്സ് വെളിയിൽ പോയി എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സുകാരനും കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. 3000-4000 പേരെ ഇവിടെ അങ്ങനെ ഒരു വർക്കിംഗ് ഹാൻഡ്സിനെ കിട്ടാൻ പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും 3000 പേരെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി ജോലി ചെയ്യിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അൺബിലീവബിൾ. എനിക്ക് തോന്നുന്നു ഒരു കാഷ്യൂ ഇൻഡസ്ട്രി തന്നെ നശിച്ചു പോയത് ആ ഒരു റീസണാണ്, വൺ ഓഫ് ദി റീസൺസ്. ഇത്രയും വർക്കേഴ്സിനെ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ ബംഗാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വരുന്നവനെ വിളിച്ചിരുത്തി ഇത് ചെയ്ത് അതിഥിയാക്കി തൊഴിൽ ചെയ്യിപ്പിക്കാൻ നിന്നാൽ ഇത് നടക്കില്ല, അതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആകും എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സംരംഭകനാണ്. അത് തെലങ്കാന പോലൊരു സംസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് ചെയ്തത്. അവിടെ വർക്കിംഗ് ഹാൻഡ്സ് ഉണ്ട്, സബ്സിഡീസ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊരു സംസ്ഥാനത്തിന് അഗൻസ്റ്റായിട്ട് പറയുന്നതായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അത് രാഷ്ട്രീയം ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയമുണ്ട്. നമ്മളിപ്പം എന്ത് കിട്ടിയാലും കേരളത്തിന് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇപ്രാവശ്യത്തെ അതുകൊണ്ടൊരു വളരെ ഡിഫറൻസ് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഇതിനൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു അദാനിയുടെ ഒരു മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, വിഴിഞ്ഞം. അത് നമ്പർ 1. 2, ഭാരതം ഒരു വലിയ ഒരു എക്കോണമിക് ഒരു ഡെവലപ്മെൻ്റ് ഉള്ള ഒരു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അതിനെ കാണുന്നു. അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റാണ്. പിന്നെ 3, കേരളം ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സെൻറ്ററാണ് എന്നുള്ള രീതിയിലുള്ള ഒരു 14,000 മറ്റേ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയൊക്കെ കീഴിൽ 14, കാരണം നമ്മുടെ ഒരു ടാലൻറ്റ് ചെറുതല്ല, ഈ നമ്മുടെ ഒരു ബ്രില്യൻസ് ഉള്ള ചെറുപ്പക്കാർ ചെറുതല്ല. അപ്പോൾ നാച്ചുറലി അതിന് വേണ്ടി ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ബെനഫിറ്റ് ഇന്ത്യയിൽ മൊത്തമുള്ള ബെനഫിറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണിത് കേരളത്തിലുള്ള. അപ്പോൾ അതിന് ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനം അതിനൊരു താങ്ങ് നിർത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ടീവായിട്ടൊരു നെഗറ്റീവായിട്ട് പോയില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ അങ്ങ് പറഞ്ഞല്ലോ ഈ ഇപ്പോഴത്തെ ഈ വിഴിഞ്ഞം അദാനി സ്റ്റാർട്ടപ്പൊക്കെ പറഞ്ഞു. ഇക്കൂട്ടത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഈ കണക്ടിവിറ്റി, റോഡ് റെയിൽ കണക്ടിവിറ്റി, എയർ കണക്ടിവിറ്റി, അതിൽ വലിയ മാറ്റമല്ല ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഇതിന് അനുകൂലമായി ഇത് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഒരു നിക്ഷേപകൻ ഇവിടെ വരുമ്പോൾ അയാൾ നോക്കുന്നത് ഒരു ഗവൺമെൻറ് കൊടുക്കേണ്ടത് സബ്സിഡിയോ മറ്റൊന്നുമല്ല. അയാളുടെ ആവശ്യങ്ങൾ കൊണ്ടുവരുന്ന പണത്തിൻ്റെ റിട്ടേൺ ഉണ്ടാക്കാൻ ബാധ്യത അവർക്ക് തന്നെയാണ്. ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടത് എന്താ? ഇതിന് വേണ്ട നമ്മൾ ഈ പറയുന്ന ഒരു ഓർഗനൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ വേണം, എനിക്ക് തൊഴിൽ മേഖലയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ പവർ വേണം. അപ്പോൾ ഈ പറയുന്ന മെഗാ പ്രോജക്ട്സ്, ലോജിസ്റ്റിക്സ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സക്സസ്ഫുള്ളായിട്ട് ഇത് വരുള്ളൂ. അപ്പം ട്രേഡ് യൂണിയൻ്റെ ഒരു വലിയ നെഗറ്റിവിറ്റി ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറി ഒരു പുതിയ അന്തരീക്ഷം. ഇപ്പോൾ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് നിക്ഷേപം നമുക്ക് വേണ്ട എന്നുള്ള രീതിയല്ല. ഇന്നത്തെ സർക്കാരിൻ്റെ ഒരു മാറ്റം, ആ ചേഞ്ച് ഉണ്ടല്ലോ, അത് വളരെ പ്രകടമാണ്. സ്വകാര്യ നിക്ഷേപം ആണ് വേണ്ടത്, അതാണ്. അപ്പം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ ഒരു ഗവൺമെന്റിന്റെ വലിയൊരു വ്യതിയാനമാണത്. അപ്പോൾ അവർ പറഞ്ഞിരുന്ന ആ ഭാഗത്ത് നിന്ന് മാറാനുണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ആർജവം, അത് നമ്മൾ അംഗീകരിച്ചേ വെക്കുള്ളൂ. അതായത് ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന ആ ഒരു വികസനത്തിൻ്റെ റീസൺ ആ ഷിഫ്റ്റാണ്. ഈ മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വികസിത് ഭാരതിലേക്ക് പോകുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡെമോഗ്രാഫിക്കലി വലിയ ഒരു ലോവർ ലെവലിലല്ല, 40 വയസ്സിലേക്ക് പോകുന്ന ഒരു പോപ്പുലേഷന് ബെനഫിഷ്യൽ ആകണമെങ്കിൽ ഇതുപോലുള്ള നിക്ഷേപങ്ങൾ വരികയും
അതിന് ഒരു ഗവൺമെൻറ് ചെയ്യാൻ ഒക്കുന്നത് വളരെ പരിമിതമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ് ഇന്നത്തെ കാരണം നമ്മുടെ ഒരു സാമ്പത്തിക മേഖല തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. 100%. നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഈ വിദേശ നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ഈ സ്വകാര്യ നിക്ഷേപങ്ങളോ അതിൻ്റെ കൂട്ടത്തിൽ കേന്ദ്ര സഹായമോ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നൊരു റിയലൈസേഷനാണ് വാസ്തവം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ടേക്ക് അവേ. എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും അടിസ്ഥാനപരമായി വസ്തുത എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കറക്റ്റ്. അപ്പോൾ അതൊരു ഞാൻ ചോദിക്കുന്നത് ഇത് തെറ്റല്ല, നമ്മൾ റിയലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഗവൺമെൻറ്റിന് വരികയും അതിൽ നിന്ന് പോസിറ്റീവായിട്ട് ഇവിടുത്തെ ഒരു നമ്മുടെ സ്റ്റേറ്റിന് പ്രോഗ്രസ് വേണമെങ്കിൽ ആ ഷിഫ്റ്റ് ഉണ്ടാകണമെന്നും ഇപ്പോൾ നമുക്ക് 2 മേജർ വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗഡ്കരിജിയും വളരെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള. അപ്പം അങ്ങനെയുള്ളൊരു ഡബിൾ എൻജിൻ ഒരു സർക്കാരിൻ്റെ രീതിയിലേക്ക് മാറാനായിട്ട്. അപ്പോൾ ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണും. ഞാനതിനൊരു സർക്കാസ്റ്റിക് ആയിട്ടല്ല പറഞ്ഞത്. ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ പറയുന്ന പോലെ ഫെയിൽഡ് ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറി അത് ഫെയിൽഡാണെന്ന് അംഗീകരിക്കേണ്ട, പക്ഷേ അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ ആ ഫീൽഡ് ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള രീതിയിലേക്ക് മാറി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് കൊണ്ടുവന്നു. ഇതിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഒരു ചേഞ്ച്, ഒരു എക്കണോമിക് പ്രോഗ്രസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകാം. കാരണം ഡയറക്റ്റ് റവന്യൂ ഇല്ലാതെ ഒരു സംസ്ഥാനത്തിനും നിലനിൽക്കാനൊക്കില്ല. സാധിക്കില്ല. പ്രൊഡക്ഷൻ വേണം, സർവീസസ് വേണം. അപ്പം നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ടൂറിസം ആകട്ടെ, ഈ ടൂറിസം മേഖല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് അങ്ങ് ഓട്ടോമാറ്റിക്കലി വളർന്നിരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പല നമ്മുടെ ആ ഒരു ചെസ് തമ്പിങ് ഉണ്ടായിരുന്നു, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്, ആ ഒരു മാർക്കറ്റിംഗ്, ഇതെല്ലാം പല നിക്ഷേപങ്ങളും പ്രൈവറ്റിനായിരുന്നു. അതെ. ഇപ്പോൾ KTDC എന്ന് പറയുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ ഒരു പൊതുമേഖല അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഒരുമാതിരി നന്നായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതെ. അപ്പോൾ ടൂറിസം മേഖലയിൽ ഉള്ള ഒരു എക്സാമ്പിൾ, ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എങ്ങനെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടന്നു, എങ്ങനെ മറ്റുള്ള വിദേശ നിക്ഷേപകരെ കൊണ്ടുവരാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റാലിറ്റിക്കകത്ത് തന്നെയാണ് ഹെൽത്ത് കെയറും വരുന്നത്. അപ്പം ഈ പറയുന്ന ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്ന കാര്യങ്ങൾ, ഇത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള തോട്ടാണ്, ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റാണ്, ഒരു വെൽക്കം ചേഞ്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഈ വിഷയം ഇനിയും നമുക്ക് കൂടുതൽ അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇത് അങ്ങ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായൊരു ഐഡിയോളജിക്കൽ ചേഞ്ച്, ഒരു സൈദ്ധാന്തികമായ വ്യതിയാനം എന്ന വലിയ വാക്കൊക്കെ പറഞ്ഞ് നമ്മളിതിനെ എനിക്ക് തോന്നുന്നത് നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ നാടിന് വേണ്ടിയാണ്. അതെ. ഇത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനങ്ങൾ, കേരളത്തിലെ മലയാളികൾ, അത് കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ ഒരുമിച്ച് കൈകോർത്ത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ, നമ്മൾ വേറെ പല കാര്യങ്ങളിലുമൊക്കെ നമ്മൾ മുമ്പിലാണ്, പക്ഷേ ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ മറികടന്നില്ലെങ്കിൽ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതിനിടയാക്കാതെ നമുക്കും രാജ്യത്തിനൊപ്പം വികസിക്കാൻ കഴിയണം. അതിലേക്കുള്ള ഭരണാധികാരികളുടെ ചുവടുമാറ്റം വളരെ നന്മയോടെ, വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.